ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് വട്ടവടയിലെ വ്ളോഗായിട്ടാണ്. നമ്മളങ്ങനെ മൂന്നാർ ഫുള്ള് കവർ ചെയ്ത് എൻജോയ് ചെയ്ത് വട്ടവടയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് വട്ടവടയിലൊരു എൻട്രി ആണ്. ഇവിടുന്ന് പാസ് എടുക്കണം, ടിക്കറ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. നമ്മൾ വണ്ടി നമ്പർ പറഞ്ഞ് പാസ് എടുത്ത് കയറാം. ഉള്ളിലോട്ട് പോകുമ്പോൾ കാടാണ്, കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളോട് അടുത്ത ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ, അതായത് ഇപ്പം നമ്മൾ എൻട്രി ചെയ്യുന്ന ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് അടുത്ത വട്ടവടയുടെ ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങാനോ കാഴ്ച കണ്ട് നിൽക്കാനോ പാടില്ല എന്നുള്ള ഒരു റിസ്ട്രിക്ഷൻ തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസ് ഇറങ്ങുന്ന ടൈം ആയതുകൊണ്ടാണ്, മൊത്തം കാടായതുകൊണ്ടാണ്. അങ്ങനെ പോകുന്ന വഴി കണ്ടൊരു കാഴ്ച കണ്ടത് പച്ച പുല്ല് വിരിച്ച് കിടക്കുന്ന പോലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച. അവിടെ തന്നെ ഓരോ മലനിരകളിലും കോട ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, ബട്ട് കാർ എങ്ങും നിർത്തി ഇറങ്ങരുത് എന്ന് പറഞ്ഞതുള്ളത് കൊണ്ടും ആരും ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾ പയ്യെ, അതായത് വണ്ടി സ്ലോവിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടുത്തെ റോഡുകൾ നല്ല ഭംഗിയാട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ അതുവരെ ആരും ഇറങ്ങാത്തത് കൊണ്ടാണ് അത് ഇത്രയും മനോഹരമായിട്ട് കിടക്കുന്നത്. കാരണം ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞ് ചവിട്ടി മെതിച്ച് നടന്നു കഴിഞ്ഞാൽ ഇത്രയും കൂടി ഭംഗി അവിടെ ഉണ്ടാവില്ല. ആ ഒരു പച്ചപ്പൊക്കെ പോകും. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ജീപ്പുകാർ അവിടെ കാറ് നിർത്തിയിട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരം ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്ത്. എന്നിട്ട് അധികം നേരം നിന്നില്ല. അവർ ഓൾറെഡി നമ്മളോട് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ ഈ ഒരു മരങ്ങൾ, രണ്ട് സൈഡിലും ഈ ഒരു മരങ്ങളുള്ള ഒരു സൈഡിലാണ് വെച്ചുള്ളത്. ഇത് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം വട്ടവടയിലോട്ട് മൂന്നാറിലോട്ട് പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ മരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ താനെ തോലൊലിഞ്ഞ് പോകും, എന്നിട്ട് വെള്ള തടിയായിട്ട് നിൽക്കും. ആ ഒരു ഈ മരങ്ങളുടെ പ്രത്യേകതയാണത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അതിനെക്കാട്ടി അടിപൊളി, കാരണം ഈ മരങ്ങൾ മാത്രമുള്ളൊരു കാടായിരുന്നു. യാത്രക്കിടയിൽ കറുത്ത കുരങ്ങനെയൊക്കെ കണ്ട്, നല്ല വാലൊക്കെ നല്ല നീട്ടുള്ള കരിങ്കുരങ്ങിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വട്ടവടയുടെ റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സ്റ്റീഫൻ ലെഗസിയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഹോട്ടലിലാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. മൂന്നാറിന്ന് ഫുഡ് കഴിച്ച് വട്ടവടക്ക് എത്തി ഞങ്ങളുടെ റൂം എത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലേ, റൂം ഇഷ്ടപ്പെട്ടു ചേച്ചി? റൂമില് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ബാഗ്. നല്ല ഭംഗിയുണ്ട് മൊത്തം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉള്ളൊരു അടിപൊളി സ്ഥലട്ടാ. എൻ്റെ പൊന്നോ, ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇവിടെ നിന്നുള്ള ഈ ഒരു വട്ടവടയുടെ വ്യൂ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഓഫീസിൽ ചെന്ന് റൂമിൻ്റെ താക്കോലൊക്കെ വാങ്ങി നമ്മൾ റൂമൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചേച്ചി. ഇതാണ് ഞങ്ങളുടെ റൂം. റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ റൂമാണ് കേട്ടോ. റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു വ്യൂ ആണ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. പിന്നെ റൂം കണ്ട് ബാഗെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ പൂള് കാണാൻ പോയി. പൂള് കണ്ടു കഴിഞ്ഞ് നേരെ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വട്ടവടയുടെ മെയിൻ ട്രെക്കിങ്ങിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുക. അങ്ങോട്ട് ചെന്നിട്ട് അവിടെ അറ്റത്താണ് ട്രെക്കിങ്ങിന് പോകുന്ന ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടം വരെ നടക്കുകയാണ്. ഇതാണ് നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്ന ജീപ്പ്. ഈ ചേട്ടനാണ് നമ്മൾ ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്നത്, കുമരേഷ്. നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ പോകുന്നത് നായാട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് ആദിവാസികൾ താമസിക്കുന്ന ആ ഒരു ഗ്രാമം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നായാട്ട് മൂവി ലൊക്കേഷനിലേക്കാണ്. അവിടെ നായാട്ടിലെ കുറച്ച് രംഗങ്ങളൊക്കെ വട്ടവടയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഫുൾ കളർഫുള്ളാണ്. ഇങ്ങനെ തട്ടുകളായിട്ട് അടക്കി വെച്ചിരിക്കുന്ന വീടാണ്. പിന്നെ പോകുന്ന വഴിയിൽ
പ്ലം തന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്തതാണ് ആ പ്ലം. നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ പ്ലം കഴിച്ചു. അവിടെ കൃഷി ചെയ്തിട്ട് അവിടെ നിന്ന് പറിച്ച് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെക്ക് ചെയ്ത് നായാട്ട് മൂവി ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വീട് ആ ഷൂട്ടിങ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ അവിടെ കുറേ വീടുകളായി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേട്ടൻ ഒരു ഫാഷൻ ഫ്രൂട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അല്ല. നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ പുളിപ്പും മധുരവും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ബട്ട് ഇവിടുന്ന് കിട്ടിയത് പുളിപ്പ് ഒട്ടുമില്ല, ഫുള്ള് മധുരം, നല്ല തേനിൻ്റെ മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. നമ്മളെ കാണിച്ചത് ആദിവാസികൾ താമസിക്കുന്ന ഗ്രാമമാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനൊന്നും പറ്റില്ല, ഇങ്ങനെ ലോങ്ങിൽ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ട്രെക്കിങ്ങുകൾക്കും ഒറ്റ വീഡിയോയിലാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പാട്ടായിട്ട് ഇടാം കേട്ടോ വട്ടവടയിലെ ട്രെക്കിങ്. ബാക്കി ട്രെക്കിംഗ് വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ ബൈ.